ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഒരു ഗീ റൈസും ചിക്കൻ കറിയാണ് ആക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബൈറ്റ്സൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ. ഗീ റൈസ് ആണെങ്കിലും നമ്മുടെ ഇവിടെ അങ്ങനെ ദമ്മിട്ടിട്ട് അധികം അങ്ങനെ വെക്കൽ കുറവാണ്. റൈസ് വേറെ കറി വേറെ ആയിട്ടാണ് കൂടുതലും വെക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കൈമ റൈസാണ് കേട്ടോ. കൈമ റൈസ് വെച്ചിട്ട് നമ്മൾ ബിരിയാണിയോ ഗീ റൈസോ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. റൈസിന് തന്നെ പ്രത്യേക ഒരു ഫ്ലേവറല്ലേ. അപ്പോൾ ഞാൻ മാക്സിമം കൈമ റൈസ് വെച്ചിട്ടാണ് ചെയ്യാറ് കേട്ടോ. മുന്നൊന്നും എനിക്ക് എന്താ പറയുക, കൈമ റൈസ് ചെറിയ റൈസ് എനിക്കിഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ റൈസാണ് കേട്ടോ ഇഷ്ടം കമ്പയർ ടു ബസ്മതി റൈസ് വെച്ച് നോക്കുമ്പോൾ. ഫസ്റ്റ് നമ്മൾ ഗീ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് ഒനിയൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ, ഗോൾഡൻ കളറിൽ. അതിനുശേഷം നമ്മൾ കുറച്ച് നെയ്യും പിന്നെ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത് കേട്ടോ. എന്നിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ടൊന്നും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ കൈമ റൈസ് ചേർക്കണം കേട്ടോ. അതിനുശേഷം ഇത് അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് വരണം കേട്ടോ. അപ്പോൾ റൈസൊക്കെ ഒന്ന് വൈറ്റ് ഷെയ്ഡിലിട്ട് മാറും. പിന്നെ നമ്മളത് ഇളക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും കേട്ടോ. അത് ആയി എന്നുള്ള സംഭവം വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേ ഉതിർന്നിരിക്കും. ഈ സമയത്ത് നമ്മൾ തിളപ്പിക്കാൻ അളന്ന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ തിളച്ച വെള്ളം നമ്മൾ ഈ പാകായ ഈ റൈസിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പ് ചെക്ക് ചെയ്ത് ലെമൺ ജ്യൂസ് പിഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കണത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ അത് ഓൾമോസ്റ്റ് വെള്ളമൊക്കെ വറ്റി കുക്കായി കിട്ടും. പിന്നീട് റൈസിലേക്ക് ഫ്രൈഡ് ഒനിയൻ, മല്ലിയില, പുതിനയില, ഒരല്പം ഗരം മസാല എല്ലാം വെച്ച് കുറച്ച് ഗീയും കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലും പിന്നീട് ഒരു 20 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് ഓപ്പൺ ചെയ്യണുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ കാഷ്നട്ടും മുന്തിരി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി മക്കൾക്ക് നല്ല ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അധികം എരിവൊന്നും ഇല്ലാണ്ട് ബോൺലെസ് പീസിലാണ് കേട്ടോ ചെയ്തത് ഇത്. അപ്പം ഇത് ഇങ്ങനെ ആക്കി കൊടുത്തവർക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ വലിയവർക്ക് വേണ്ടിയിട്ട് നല്ല എരിവുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, അത് പിന്നെ ഒരു ദിവസം ഒരു ചിക്കൻ കറിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ലഞ്ച് മെനു. അപ്പോൾ റൈസ് ഉണ്ട്, പിന്നെ അത് ഗാർണിഷ് ചെയ്യാൻ ഞാൻ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക പൈനാപ്പിൾ, എനിക്ക് പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫ്രഷായിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടു ഓനിയൻ്റെ കൂടെ. പിന്നെ നമ്മുടെ 2 ചിക്കൻ പീസ് വെച്ചിട്ടുണ്ട്, റൈത്ത ഉണ്ടായിരുന്നു. പിന്നെ ഇത് ബീട്രൂട്ട് പിക്കിളാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് എൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ കൂടെ ഞാൻ സൈഡായിട്ട് ഹോം മെയ്ഡ് പിക്കിൾസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പിക്കിൾ ബ്രാൻഡിൻ്റെ പേര്, ബ്ലിങ്ക് ബൈറ്റ്സ് ഫ്രം ഏവിസ് കിച്ചൺ. അപ്പോൾ ഞാനിതിൽ ഫിഷ്, ബീഫ്, ചിക്കൻ അങ്ങനെ നോൺ വെജ് ഐറ്റംസ് ഓൾമോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. വെജിറ്റബിൾ പിക്കിളും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ്, മാംഗോ, ക്യാരറ്റ് തന്നെ. അപ്പോൾ ഇതിലിപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക ക്യാരറ്റ് മാംഗോ കോട്ടയം സ്റ്റൈലിലുള്ളൊരു അച്ചാറാണ്. അത് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്നതാണ്. ഇത് ലാസ്റ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്, കാരണം നമ്മൾ എല്ലാതും അധികം നമ്മൾ ഫ്രൈ ആക്കുന്നില്ല, അധികം വെള്ളം വറ്റിക്കുന്നില്ല, ഒക്കെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പിക്കിൾ ഉണ്ടാകുന്നത്. അപ്പോൾ ലാസ്റ്റിൽ കുറച്ച് കുറവാണ്, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒരു 2 വീക്സിനൊക്കെ. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ആക്കി, കുഴപ്പമില്ല, ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇതിൽ ഷെയർ ചെയ്തതാണ് കേട്ടോ. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർലിക്കും ജിഞ്ചറും നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കണം. പച്ചമുളകും വേണം കേട്ടോ. ക്യാരറ്റ്, മാംഗോ ഇതേപോലെ തന്നെ നീളത്തിലരിയണം. കടുക് പൊട്ടിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും വഴറ്റി കായം, ഉപ്പ്, വിനാഗിരി എന്നിവ ചേർത്ത് ഫൈനലായിട്ട് ഉലുവയും കായും വറുത്ത് പൊടിച്ച് ചേർക്കണം. ഇതാണ് ക്യാരറ്റ് മാംഗോ പിക്കിൾ റെസിപ്പി. അപ്പോൾ ഇതുപോലെ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ പിക്കിൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഇൻബോക്സ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. അപ്പോൾ അതിലേക്കൊന്ന് മെസ്സേജ് ചെയ്താൽ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാവിടെയും നമുക്ക് കൊറിയർ അവൈലബിൾ ആണ്. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ബൈ.